പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് കമ്പാർട്ട്മെന്റ് ആയിട്ട് പരീക്ഷ എഴുതുന്ന +2 പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും 100% ഉപകരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് മുഴുവനായിട്ടും കാണണം. കമ്പാർട്ട്മെന്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ കണ്ടാൽ മതി. കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. +2 തോറ്റ് വീണ്ടും എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവാൻ വേണ്ടി മെനക്കെടുന്ന വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നു. പലരും +2 ആണ് എഴുതാൻ ഉദ്ദേശിച്ചിരുന്നത്, +1 പാസ്സായതാണ്, +2 ആണ് എഴുതാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഹാൾ ടിക്കറ്റ് വന്നപ്പോൾ +1ന്റെയും വന്നിട്ടുണ്ട്. സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ +1 എഴുതണമെന്ന് നിർബന്ധം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ എങ്ങനെ ആയാലും വേണ്ടില്ല, എന്ത് വില കൊടുത്തു നിങ്ങൾക്ക് ഇതിനുള്ള ഒരു മറുപടിയുമായി ഞാൻ പുതിയൊരു വീഡിയോയിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാക്ക് പാലിക്കുകയാണ്. അതായത് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ സംശയത്തിനുള്ള മറുപടിയാണ്. അതായത് +1 പാസ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ +2 മാത്രം എഴുതിയാൽ പോരെ, അതുപോലെ തന്നെ +2 പാസ്സായ കമ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ +1 തോറ്റിട്ടുണ്ടെങ്കിൽ അത് മാത്രം എഴുതിയാൽ പോരെ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. DHSE ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് ഇത് 100% ഉപകരിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ആ വാർത്ത എന്നുള്ളത്. മക്കളെ, ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഇന്ന് മുതൽ എല്ലാവരുടെയും പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. പലരും ഇന്ന് എഴുതിയിട്ടുണ്ടാകും, ഇന്നത്തെ വിഷയം എഴുതേണ്ടവരുണ്ടാകും, നാളെ എഴുതാനുള്ളവരുണ്ടാകും. അങ്ങനെ 30-ാം തീയതി വരെ പരീക്ഷ എഴുതാനുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാകും നമ്മുടെ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ, അല്ലെ, കമ്പാർട്ട്മെന്റ് ആയിട്ടുള്ളവരിൽ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. നമ്മൾ ഓൾറെഡി ഈ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ അതായത് കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് എന്ന രീതിയിൽ നമ്മൾ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചിട്ടുണ്ട്. ഫീസ് അടച്ചപ്പോൾ ഒരു വിഷയമാണെങ്കിൽ 225 രൂപ പ്ലസ് അതിന്റെ മാർക്ക് ലിസ്റ്റിന്റെ ഫീസ്, അങ്ങനെയാണ് നമ്മൾ അടച്ചിട്ടുള്ളത്, അല്ലെ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്തിനാണ് നമ്മൾ 2 വർഷത്തെ ഫീസ് അടച്ചത് എന്നതിനെ പറ്റി ഒരു ഐഡിയയും ഇല്ല. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അന്നത്തെ ആ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ സർക്കുലറിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇവിടെ കമ്പാർട്ട്മെന്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ തോറ്റ വർഷത്തെ വിഷയം ഏതാണോ അത് മാത്രം എഴുതിയാൽ മതി എന്നാണ് ഇന്ന് കിട്ടിയിട്ടുള്ള വിവരം. സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ വിവരം തെറ്റാണ്. അതായത് നിങ്ങൾ ഫീസ് അടച്ചത് കൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് വരും? ഹാൾ ടിക്കറ്റ് വരും. നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റ് വരും, നമ്മുടെ പേരിൽ ഹോൾ ടിക്കറ്റ് വരും. പക്ഷെ ആ പരീക്ഷ നിങ്ങൾ ആബ്സെന്റ് ആക്കിയാൽ മതി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഓക്കെ, അപ്പോൾ കഴിയുമെങ്കിൽ ഞാൻ അതിന്റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ചെയ്യാൻ, അതായത് നമുക്ക് വീഡിയോയിലൂടെ അത് അവതരിപ്പിക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ആ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തതിന്റെ വോയിസ് ഞാനിവിടെ കാണിക്കാത്തത്. അതായത് അതിന് ഒരു ഇഷ്യൂ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും എന്റെ കയ്യിൽ അതുണ്ട്, നമുക്ക് അവിടുന്ന് കിട്ടിയ വിവരമാണ്. അതായത് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. +1 പാസ്സായിട്ടുള്ള കമ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ അവരുടെ ആ വിഷയത്തിന്റെ തോറ്റ +2 മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ആരും +1 പാസ്സായിട്ടുണ്ടെങ്കിൽ +1 എഴുതുകയേ വേണ്ട. നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ അത് ആബ്സെന്റ് ആക്കി കളയുക. എന്തുകൊണ്ടാണ് എഴുതണ്ട എന്ന് പറയുന്നത്? ഇനി നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാട്ടോ. എന്താണ്, പഠിച്ചവരൊക്കെയാണ് എഴുതാം. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അത് ജസ്റ്റ് പാസ്സേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ, +1 നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ +2 തോറ്റ വിഷയം +1 ജസ്റ്റ് പാസ്സേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പരീക്ഷ എഴുതാം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ചില ആളുകൾക്ക് അത് എഴുതിയാൽ ഇനി ഉള്ള മാർക്കും കൂടെ നഷ്ടപ്പെടുമോ എന്നൊരു പേടിയുണ്ട്. അതായത് പഴയ മാർക്കിനേക്കാൾ കുറവായിരിക്കുമോ, അല്ലെങ്കിൽ പഴയ മാർക്കിന് താഴേക്ക് പോയി ഞാൻ പരാജയപ്പെടുമോ എന്ന ഭയമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഭയക്കണം. കാരണം +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ കമ്പാർട്ട്മെന്റ് എഴുതുന്നവരാണ്, ശ്രദ്ധിക്കുക. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ പഴയ മാർക്കിനേക്കാൾ കുറവോ അല്ലെങ്കിൽ പഴയ മാർക്കിന് താഴെയുള്ള തോറ്റ മാർക്കോ ആണ് ഈ ഒരു ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ലഭിക്കുന്നതെങ്കിൽ ഈ മാർക്കാണ് നിങ്ങളുടെ +1 മാർക്കായിട്ട് പരിഗണിക്കുക. ഇനി നിങ്ങൾ ആബ്സെന്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പഴയ മാർക്കാണ്, അതായത് നിങ്ങളുടെ പഴയ ജയിച്ച മാർക്കാണ് പരിഗണിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതുപോലെ തന്നെയാണ് +2വിലും. അതായത് +1
തോറ്റ വിദ്യാർത്ഥികൾ എന്തായാലും പരീക്ഷ എഴുതണം. അതുപോലെ തന്നെ +2 ജയിച്ച കുട്ടികൾ ഒരിക്കലും +2വിന്റെ പരീക്ഷ ഇനി വരാനിരിക്കുന്ന +2 പരീക്ഷ എഴുതരുത്. ഓക്കെ, അതാണ്. അത് നിങ്ങൾ ആബ്സെന്റ് ആക്കി വിട്ടോളൂ, കുഴപ്പമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി പാസ്സായതാണ്. അതുകൊണ്ട് തോറ്റിട്ടുള്ള +1ന്റെ പരീക്ഷ മാത്രം എഴുതിയാൽ മതി. തിരിഞ്ഞോ? അതോ ആകെ തല തിരിഞ്ഞോ? എന്താണ് മനസ്സിലായത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. +1 തോറ്റ വിദ്യാർത്ഥികൾ +1 എഴുതുക. അതിന്റെ +2 ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതണ്ട. ഓക്കെ, അതുപോലെ തന്നെ +1 ജയിച്ചിട്ടുണ്ട്, +2 തോറ്റിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ +1 എഴുതേണ്ട. +2 തോറ്റത് മാത്രം ആ സമയത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ സാരം. ഇത് DHSCയുടെ ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വിവരമാണ്. ഓക്കെ, മാത്രമല്ല സ്കൂളിലേക്ക് നിങ്ങൾ പരീക്ഷ എഴുതുന്ന ഓരോ സ്കൂളിലേക്കും പ്രിൻസിപ്പാൾമാർക്ക് അവര് ഇതിന്റെ മാനുവൽ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി അയച്ചതാണ്, കഴിഞ്ഞ മാസം അയച്ചതാണ്. അപ്പോൾ അത് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ മാനുവൽ സർക്കുലറിൽ കൃത്യമായിട്ട് ഈ +2 ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ നമ്മുടെ കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമാണ് മറുപടി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരു ആധികാരിക വിവരമാക്കി രേഖയാക്കി എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി +1 ജയിച്ചവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ സ്കൂളിന്റെ പരിസരത്തേക്ക് പോകണ്ട, ആബ്സെന്റ് ആയിക്കോട്ടെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരും ബേജാറാവണ്ട. നിങ്ങൾ ഇവിടെ ആബ്സെന്റ് ആണെങ്കിലും നിങ്ങൾ പരീക്ഷ ഒരിക്കലും തോൽക്കില്ല. നിങ്ങൾ ഓൾറെഡി ജയിച്ചു നിൽക്കുന്നവരാണ്. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും മാക്സിമം അങ്ങോട്ട് ഒന്ന് പ്രചരിപ്പിക്കുക, ഷെയർ ചെയ്യുക. അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, തല കുത്തി നിന്ന് ബേജാറായിട്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. +1 ജയിച്ച കമ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ ഒരിക്കലും ഈ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതണ്ട എന്ന് തന്നെ ഉറപ്പിച്ചു പറയുക, തറപ്പിച്ചു പറയുക. ഓക്കെ, ഇനി ആർക്കെങ്കിലും അതിന്റെ എന്തെങ്കിലും കൂടുതൽ രേഖകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ DHSC കേരള അല്ലെങ്കിൽ കേരള DHSC എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്താൽ കിട്ടുന്ന ആ ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ എക്സാമിനേഷൻ എന്ന് പറയുന്ന വിങ്ങിൽ നിന്ന് നമുക്ക് അതിന്റെ സർക്കുലർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സ്കൂളിൽ നിന്ന് സർക്കുലർ ലഭിക്കുന്നതാണ്. എന്തായാലും ഇത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ്. ആർക്കും സംശയം ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഉറപ്പാണ്. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.